തായ്ലൻഡിലെ ഫാമിലാണ്. തായ്ലൻഡിൽ ഇപ്പോൾ ഹാർവസ്റ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ പിടിച്ച ചെമ്മീനാണത്, മനാമി ചെമ്മീൻ. എല്ലാവർക്കും നമസ്കാരം. തായ്ലൻഡിലെ മനാമി കൾച്ചറിനെ കുറിച്ചിട്ട് പഠിക്കാനായിട്ട് ഇറങ്ങിയതാണ്. തായ്ലൻഡ് എക്സ്പോയിൽ പങ്കെടുത്തു. തായ്ലൻഡ് അക്വ എക്സ്പോ അതിൽ പങ്കെടുത്തതിന് ശേഷം ഫാമുകൾ സന്ദർശിക്കുന്നതിന് ഇറങ്ങിയതാണ്. വളരെ സപ്പോർട്ടീവായിട്ട് അവരുടെ ഏജൻസികൾ സെൻട്രൽ മറൈൻ ഫിഷറീസ് തായ്ലൻഡും അതുപോലെ തന്നെ തായ് എക്സ്പോ ഓർഗനൈസേഴ്സും എല്ലാം അവർ ഹെൽപ്പ് ചെയ്ത് ഫാമുകൾ സന്ദർശിക്കുവാനും ഉള്ള പെർമിഷൻ തരികയും അങ്ങനെ ഞങ്ങൾ ഫാമുകൾ സന്ദർശിക്കുകയും ചെയ്യുകയാണ്. ഇപ്പോൾ ഈ കാണുന്ന വീഡിയോ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഫാമിൽ നിന്നും കൾച്ചർ ചെയ്ത് കർഷകൻ അത് ഹാർവസ്റ്റ് ചെയ്ത് അതിൻ്റെ വിപണനം വരെ ഞാൻ ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. നിങ്ങൾക്ക് കാണാം. നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും അറിയിക്കുക. വീണ്ടും അടുത്ത വീഡിയോയ്ക്കായി കാത്തിരിക്കുക. കുറേ വീഡിയോസ് ഉണ്ട്. കാരണം ഞങ്ങൾ മാക്സിമം ഒരു 10-12 ദിവസം കൊണ്ട് ഫാമുകളെല്ലാം കവർ ചെയ്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തുടരെയായിട്ട് ഓരോ വീഡിയോകളും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളും പറഞ്ഞു തരാം. വളരെ അതായത് ഏറ്റവും കൂടുതൽ ഫാർമേഴ്സ് ഉള്ളത് ഈ തായ്ലൻഡിലാണ്. മനാമി കൾച്ചറിൻ്റെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ് അവരുടെ കൾച്ചർ. അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ കിട്ടി. അതെല്ലാം തീർച്ചയായിട്ടും വരും ദിവസങ്ങളിൽ നിങ്ങൾക്ക് പറഞ്ഞു തരും. ഇത് വർഗീസ്. കൊറോണയ്ക്ക് ശേഷം വീണ്ടും തായ്ലൻഡ് ഉണർന്നിരിക്കുന്നു. തായ്ലൻഡിലെ കൃഷിഭൂമിയിലൂടെയും അതുപോലെ തന്നെ വലിയ ലോകത്തിലെ കയറ്റുമതിക്കാരാണ് മനാമി കൾച്ചർ. മനാമി ചെമ്മീൻ്റെ കൾച്ചറും അത് കയറ്റി അയക്കുന്നതും അതിൻ്റെ വിപണനം എല്ലാം പഠിക്കാനുള്ള ഒരു അവസരമാണ് ഇവിടെ ലഭിച്ചത്. വളരെ അർത്ഥവത്തായ ഒരു യാത്രയിലൂടെ. ഇത് മനാമി കൾച്ചർ ചെയ്യുന്ന പോണ്ടിലെ വെള്ളം പറ്റിക്കുന്ന ഒരു മോട്ടോറാണ്. അതായത് വളരെ ചെറിയ സമയം കൊണ്ട് ഒരു വലിയ പോണ്ടിലെ ലക്ഷക്കണക്കിന് ലിറ്റർ വെള്ളം പറ്റിക്കാൻ പറ്റുന്ന വലിയൊരു പമ്പ് സിസ്റ്റം. ഒരു ട്രോളിയിൽ ബാലൻസ് ചെയ്തിരിക്കുന്നതാണ് ഇത്. സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ പൈപ്പെല്ലാം കൊടുത്ത്. അതുപോലെ തന്നെ ഇതിൻ്റെ എൻജിൻ ടോറസ് ബസ്സുകളുടെയൊക്കെ എൻജിനുകളാണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതൊരു തായ്ലൻഡ് മോഡലാണ്. ഇവിടെ ലോക്കലായി നിർമ്മിക്കുന്ന പമ്പ് സെറ്റുകളാണിത്. ഈ പമ്പ് സെറ്റുകൾ ഇവിടെ എവിടെ ചെന്നാലും കാണാൻ പറ്റും. ഇതുപയോഗിച്ചാണ് ഇവർ വെള്ളം പറ്റിക്കുന്നതും പെട്ടെന്ന് ഹാർവസ്റ്റ് ചെയ്യുന്നു. കാരണം വെള്ളം പെട്ടെന്ന് പമ്പ് ചെയ്ത് നമുക്ക് തീർക്കാൻ പറ്റിയില്ലെങ്കിൽ ഓക്സിജൻ നഷ്ടപ്പെടുകയും മനാമി ചത്തുപോവുകയും ചെയ്യും. അതുകൊണ്ടാണ് ഇത്ര ഫാസ്റ്റായിട്ട് പമ്പ് ചെയ്യുന്നത്. തായ്ലൻഡിലെ ഫാമുകളിൽ എവിടെ ചെന്നാലും നമുക്ക് കാണാം ഓരോ ക്ഷേത്രങ്ങൾ, ഗോൾഡൻ കളറിലുള്ള ക്ഷേത്രങ്ങൾ. ഇവർ ബുദ്ധമത വിശ്വാസികളാണ്. അവർ ഇഷ്ടപ്പെട്ട നേർച്ചകൾ എല്ലാ ദിവസവും രാവിലെ ഇവിടെ വെച്ച് പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷമാണ് അവരുടെ ഫാമിലെ പ്രവർത്തനങ്ങളും മറ്റും സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മുടെ കേരളത്തിൻ്റെ തനതായ ഭൂപ്രകൃതി തന്നെയാണ് തായ്ലൻഡിലുള്ളത്. 1 ഏക്കർ സ്ഥലം, 2 ഏക്കർ, 5 ഏക്കർ അങ്ങനെ നീളുന്ന സ്ഥലങ്ങളാണ് ഓരോ കർഷകർക്കും ഉള്ളത്. ആ കർഷകർ അത് വളരെ അറേഞ്ച്ഡ് ആയിട്ട് പോണ്ടുകൾ ഉണ്ടാക്കി ഓരോ പോണ്ടിൽ നിന്നും 2-3 കൾച്ചർ എടുക്കുന്ന രീതിയിലാണ് അവർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്രത്യേക എയറേറ്ററുകൾ ആണ് അവരവിടെ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ പാഡിൽ വീൽസ്. ഇത് തായ്ലൻഡിൽ അവിടെ തന്നെ കസ്റ്റം മെയ്ഡായിട്ട് ചെയ്യുന്ന പാഡിൽ വീലുകളാണ് ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. പൈപ്പിൻ്റെ കഷ്ണങ്ങൾ കട്ട് ചെയ്ത് ഉപയോഗിക്കുന്ന പാഡിൽ വീൽ നമ്മളവിടെ കണ്ടു. ഓക്സിജൻ്റെ അളവ് വളരെ കൂടുതലാണ് ഈ പാഡിൽ വീലുകൾക്ക്. അതുപോലെ തന്നെ സാധാരണയുള്ള പാഡിൽ വീലുകൾ. ഇതെല്ലാം ഇലക്ട്രിസിറ്റി വളരെ സേവ് ചെയ്യുന്ന രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത്. അതിനെക്കുറിച്ച് ഇലക്ട്രിസിറ്റി സേവ് ചെയ്തുള്ള ഈ കൾച്ചർ എങ്ങനെയാണെന്ന് ഒരു പ്രത്യേക വീഡിയോ വീണ്ടും ചെയ്യുന്നുണ്ട്. അതെല്ലാം പ്രതിപാദിക്കാം. ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം ഞങ്ങളവിടെ മനസ്സിലാക്കിയത്, തായ്ലൻഡിലെ കർഷകർ വളരെ സന്തുഷ്ടരാണ്. അവർ വളരെ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി ജീവിക്കുന്നു. നല്ല വിപണന ശൃംഖല അവർക്കുണ്ട്. പ്രോഡക്റ്റ്
ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിന് നല്ലതുപോലെ വിപണനം ചെയ്യാൻ കഴിയുന്ന ഒരു നെറ്റ്വർക്ക് സംവിധാനം അവിടെ സർക്കാർ ക്രമീകരിച്ചു കൊടുത്തിട്ടുണ്ട് അവർക്ക്. ഇവിടെ ഇപ്പോൾ വെള്ളം പറ്റുന്നതിന് മുമ്പ് ആദ്യ വല വലിച്ച് അവർ ചെമ്മീനെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഇതുമായിട്ട് ആദ്യ വണ്ടി പുറപ്പെടും. അതിനുശേഷം വെള്ളം പറ്റിച്ചതിന് ശേഷം രണ്ടാമത്തെ വാഹനം പുറപ്പെടും. അങ്ങനെയാണ് ക്രമീകരണങ്ങൾ ഇവർ ചെയ്തിരിക്കുന്നത്. സമയം ഒട്ടും പാഴാക്കാതെ മാർക്കറ്റിലെത്തിക്കുക എന്നാണ് ഏറ്റവും വലിയ ലക്ഷ്യം. ചെമ്മീനുകൾ ഹാർവെസ്റ്റ് ചെയ്യാറാവുമ്പോൾ അതിനായിട്ട് പ്രത്യേക ടീമുണ്ട്. ആ ടീം വന്നാണ് ഇതിനെ ഹാർവെസ്റ്റ് ചെയ്ത് വണ്ടിയിൽ കയറ്റി മാർക്കറ്റിൽ എത്തിച്ചു കൊടുക്കുന്നത്. അതിന് പ്രത്യേക കോൺട്രാക്റ്റുണ്ട്. ഇപ്പോൾ നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും, വളരെ പ്രൊഫഷണലാണ് അത്. അത്ര സ്പീഡിൽ പോലും എനിക്ക് ക്യാമറ എടുക്കാൻ പറ്റിയില്ല. അത്ര സ്പീഡിലാണ് അവർ ആ ചെമ്മീൻ ബാരലിൽ വാരിയിടുന്നത്. ബാരലിൽ ഐസ് വെള്ളമാണുള്ളത്. നല്ല കട്ടിയായിട്ടുള്ള ഐസും വെള്ളവും ചേർത്ത് അതിലേക്കാണ് ഈ മത്സ്യങ്ങൾ ഇടുന്നത്. അതായത് ഒരു കളർ പോലും പോകാതെ അവിടെ മാർക്കറ്റിൽ എത്തിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ലക്ഷ്യം. നമുക്കവിടെ മാർക്കറ്റിൽ ചെന്നാൽ പല വാഹനങ്ങൾ വരുന്നത് ജീവനോടെ കൊണ്ടുവരുന്ന എയറേറ്ററുകളൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ട്, ജീവനോടെ കൊണ്ടുവരുന്നുണ്ട്. കളറ് ഒട്ടും മാറുന്നതിന് മുമ്പ് തന്നെ മാർക്കറ്റിൽ എത്തിക്കണം. അതാണ് ഏറ്റവും നല്ല ക്വാളിറ്റിയിലുള്ള ചെമ്മീൻ. ആ ചെമ്മീനിന് തന്നെയാണ് നല്ല വിലയും കിട്ടുന്നത്. ഇതെല്ലാം പ്രത്യേകം അവർ ശ്രദ്ധിക്കുന്നുണ്ട്. തായ്ലൻഡിലെ ഒരു ഫാമിലാണ് ഞങ്ങൾ രാവിലെ വന്നാണ് ഇവിടെ കൾച്ചർ ചെയ്തുകൊണ്ടിരിക്കുന്ന ബോണ്ടിൽ നിന്ന് ഹാർവെസ്റ്റ് ചെയ്താണ്. ഹാർവെസ്റ്റ് നടന്നുകൊണ്ടിരിക്കുന്നു. അതിലെ മികച്ച പെണ്ണാണിത്. ഏകദേശം 35-40 ഗ്രാം ഉണ്ടാവും ഒരെണ്ണം. തായ്ലൻഡിലെ വനാമി കൾച്ചറിൻ്റെ ഫാമുകളിൽ നമ്മൾ ചെല്ലുമ്പോൾ നമുക്ക് മനസ്സിലാകും, അവിടെയെല്ലാം സ്ത്രീകളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. ഫാമിൻ്റെ ഉടമകളും എല്ലാം സ്ത്രീകളാണ്. സ്ത്രീകൾ വളരെ രാത്രിയും പകലും ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു നാടാണ് തായ്ലൻഡ്. ഇപ്പോൾ ഞങ്ങൾ വെള്ളം പറ്റുന്നതിന് മുമ്പ് ആദ്യം ഹാർവെസ്റ്റ് ചെയ്തെടുത്ത വനാമിയുമായി പോവുകയാണ്, മാർക്കറ്റിലേക്ക് പോവുകയാണ്. വളരെ കൃത്യമായി ഐസിലേക്കാണ് അവർ ബാരലിൽ ഈ വനാമിയെ പിടിച്ചിട്ടിടുന്നത്. ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ, വേസ്റ്റാക്കാതെ, അതിൻ്റെ കളർ പോകാതെയാണ് വനാമിയെ മാർക്കറ്റിൽ എത്തിക്കുന്നത്. മാർക്കറ്റിലേക്ക് ഇങ്ങനെ പോകുന്ന വാഹനങ്ങൾക്ക് 2 റിബൺ കെട്ടിയിട്ടുണ്ടാവും അതിൻ്റെ പുറകിൽ. അത് മത്സ്യങ്ങളാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വണ്ടിയിൽ നിന്നിറക്കുന്ന വനാമി അപ്പോൾ തന്നെ വാഷ് ചെയ്ത് തൂക്കി ഈ സോർട്ടിംഗ് ടേബിളിലേക്ക് ഇടും. ഇവിടെ നിന്ന് കൺവെയർ വഴി അത് മുകളിൽ പോയി രണ്ടാമത്തെ മെഷീനാണ് അതിനെ സോർട്ട് ചെയ്യുന്നത്. രണ്ടാമത്തെ മെഷീൻ ദൂരെ നിങ്ങൾക്ക് കാണാം. ആ മെഷീനിൽ അതിനെ സോർട്ട് ചെയ്ത് 5ഉം 6ഉം തരങ്ങളാക്കും. ഓരോ വെയ്റ്റിനനുസരിച്ച് 10 ഗ്രാമുള്ളത് ഒരു ബാരലിൽ വീഴും, 15 ഗ്രാമുള്ളത് അടുത്തത്, അങ്ങനെ 5-6 സോർട്ടിങ് ഉണ്ട്. വനാമി ഇത് ഹെൽത്തി വനാമിയാണ്. ഇതിൻ്റെ നമ്മളെപ്പോഴും ചെക്ക് ചെയ്യേണ്ടത് അതിൻ്റെ ഹെഡ് ഇവിടെ ഭാഗമാണ്. ഇതതിൻ്റെ ലിവറ്, ഇത് സ്റ്റൊമക്ക്. ഇവിടെ നമുക്ക് ബ്ലാക്ക് കളറായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ അത് ബാഡ് കണ്ടീഷനാണ്. അപ്പോൾ ഓക്സിജൻ ഡെഫിഷ്യൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളാണ് അതിന് ആ ബ്ലാക്ക് കളറിൽ വരുന്നത്. ഇത് ഭയങ്കര ഹെൽത്തിയാണ്. ടൈപ്പിലുള്ളതാണ് ഇത് പറഞ്ഞിട്ടുണ്ടോ? ഭയങ്കര ഹെൽത്തിയാ. ഇതിന്റെ ഇത് കണ്ടോ, ഭയങ്കര സ്ട്രോങ്ങാ. നമ്മളെപ്പോഴും ഇവിടെ ചെക്ക് ചെയ്യണം, ഹെഡിന്റെ അവിടെ ചെക്ക് ചെയ്യണം. ഇത് ലിവറ്, ഇത് സ്റ്റൊമക്ക്. എല്ലാം ഫ്രഷാണ്. ഇപ്പോഴത്തെ കൊണ്ടുവന്നിട്ടുള്ളൂ. സോർട്ട് ചെയ്യുക അവർ പല സൈസിൽ സോർട്ട് ചെയ്യുക അതിനെ, ചെറുത് വലുത്. ബാങ്കോക്കിൽ നിന്ന് 150 കിലോമീറ്റർ ദൂരെയാണ് ഈ മാർക്കറ്റ്.
ഇവിടെ ഫാർമേഴ്സ് വനാമിയെ ലൈവായിട്ട് കൊണ്ടുവരുന്ന കാഴ്ചകളൊക്കെയാണ് കണ്ടത്. അത് സോർട്ട് ചെയ്ത് അപ്പോൾ തന്നെ പാക്കിങ്ങിലേക്ക് പോകും. പാക്കിങ്ങിൽ നിന്ന് പിന്നെ അത് ഓരോരോ ക്വാളിറ്റി ആയി തിരിച്ച് വെയ്റ്റിനനുസരിച്ച് ഓട്ടോമാറ്റിക് സോർട്ട് ചെയ്താണ് പാക്ക് ചെയ്യുന്നത്. തെർമോക്കോൾ ബോക്സിൽ പാക്ക് ചെയ്ത് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇത് പോവുകയാണ് ഇവിടെ. കുറേ ആളുകൾക്കുള്ള ഒരു കംപ്ലൈൻറ്റ് പറയുന്നത് ഈ തായ്ലൻഡിലുള്ള ചെമ്മീൻ മുഴുവനും ആൻറ്റിബയോട്ടിക് ഉപയോഗിച്ചാണ് വളർത്തുന്നതെന്ന്. അത് തെറ്റായ ധാരണയാണ്. ഇവർ ആൻറ്റിബയോട്ടിക് ഉപയോഗിക്കുന്നില്ല. ഓർഗാനിക് രീതിയിലുള്ള കൃഷിയാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങൾ കുറേ ഫാമുകളായി ഇപ്പോൾ കാണുന്നു, വിസിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫാമുകൾ. ഇപ്പോൾ ഒരു ഫാർമറുടെ വനാമി ചെമ്മീൻ പോണ്ടിൽ നിന്ന് പിടിച്ച് ഇവിടെ കൊണ്ടുവന്ന് വിൽക്കുന്ന വരെയുള്ള കാര്യങ്ങളാണ് ഇവിടെ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരുന്നത്. വളരെ, അതായത് ഫാർമേഴ്സിന് ചൂഷണം ചെയ്യാതെ വളരെ നന്നായിട്ട് അവർക്ക് പ്രൈസ് കൊടുക്കുന്ന ഒരു രീതിയാണ് ഉള്ളത്. വിൽക്കുന്നതിൻ്റെ തലേ ദിവസം അതിൻ്റെ നമ്പറ്, 1 കിലോ ഇത്ര പീസുണ്ട്, ഇതെല്ലാം അവർ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഓട്ടോമാറ്റിക് പ്രൈസ് കൊടുക്കും. ആ പ്രൈസിന് ഇവിടെ അവർക്ക് കൊണ്ടുവന്ന് സെയിൽ ചെയ്യാം. ടൈമിൽ ഏത് സമയത്ത് വേണമെങ്കിലും ഇവിടെ കൊണ്ടുവരാം. ഇത് 24 അവർ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും ഫാർമേഴ്സിന് ഹാർവെസ്റ്റ് ചെയ്ത് ഇവിടെ കൊണ്ടുവരാം. ഒരു സമയം എടുക്കില്ല, ഒന്നുമില്ല. വരുന്ന അപ്പാപ്പ സോർട്ട് ചെയ്ത് പോവുകയാണ്, ഓട്ടോമാറ്റിക്കായിട്ട് പോവുകയാണ്. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ നമ്മുടെ സർക്കാരുകൾ കണ്ടുപഠിക്കേണ്ടതാണ്, അല്ലാതെ ഫാർമേഴ്സ് അല്ല. കാരണം ഫാർമേഴ്സിന് ഹെൽപ്പ് ചെയ്യേണ്ടത് സർക്കാരാണ് ഇതുപോലെയുള്ള ഫെസിലിറ്റീസും ഒക്കെ ചെയ്തു കൊടുക്കേണ്ടത്. ഇതെല്ലാം കണ്ടു പഠിക്കേണ്ടതാണ് കേരളത്തിലെ സർക്കാരുകൾ. ബാങ്കോക്കിൽ നിന്നും വർഗീസ്.